ഹായ് ഗായ്സ്, എല്ലാവരുടെയും വെക്കേഷൻ അടിപൊളിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു സ്വീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്. കുറച്ച് ദിവസമായിട്ട് ഇതിനെപ്പറ്റി പ്ലാനൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്നാണ് ആക്ച്വലി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവനൊരു ഐസ്ക്രീം ആണെന്ന് പറയുന്നത് നമ്മൾ ഐസ്ക്രീമാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. മാങ്ങ വേണം, ഫ്രഷ് ക്രീം വേണം, മിൽക്ക് പൗഡർ വേണം. ഞാനിപ്പോൾ ഒരു 3 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ക്യാൻ മിൽക്ക് മെയ്ഡ് വന്നിട്ട് ഈ മാങ്ങേൻ്റെ പേരിൽ ഒരുപാട് ഹിസ്റ്ററി വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മേടിക്കാൻ ചിലപ്പോൾ അവിടെ മാങ്ങയില്ലായിരുന്നു. അപ്പോൾ 2ാമത്തെ തവണ പോയപ്പോൾ മാങ്ങ ചീത്തയായി. ഇപ്പോൾ ഇത് 3ാമത്തെ തവണയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നോക്കാൻ നല്ലതാണോ അല്ലയോ. അങ്ങനെ മാങ്ങ വെച്ച് പറ്റിയില്ലെങ്കിൽ തേങ്ങ വെച്ച് ചെയ്യും. ചെറിയ വാട്ടർമെലനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും ഇന്ന് ഐസ്ക്രീം ഉണ്ട്. ഇതാണ് വിഷ്വറായിട്ട് സംഭവം. നിസ്സാരം ഞാൻ ഇത് അമ്മയുടെ ഹെൽപ്പ് ഇല്ലാതെ ഞാൻ ചെയ്യാന്നാണ് എൻ്റെ ഉദ്ദേശം. എന്നിട്ട് അങ്ങനെ തന്നെ ഞാൻ ചെയ്യും. എൻ്റെ ചലഞ്ച്. എൻ്റെ ഫേവറേറ്റ് ഫുഡ് മാങ്ങയായതുകൊണ്ട് ഇത് ചിലപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ തീരുമായിരിക്കും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഐസ്ക്രീമിന് വേണ്ടി കുറച്ച് മാങ്ങ താങ്ക്ഫുള്ളി ഞാൻ വെച്ച് അധികം അതെല്ലാം ഇതിലേക്ക് അടിച്ച് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി പോവാം. ഇത് ഇച്ചിരി കണസോന്നൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല, നമ്മൾ ബ്ലെൻഡ് ആവില്ല. ഐസ്ക്രീം കിട്ടുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോഴൊക്കെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കുമെന്ന്. അപ്പോൾ ഇത് ശരിയായാൽ വന്നാൽ മതി. അപ്പോൾ എന്നൊക്കെ ഈ ഒരു കപ്പിൻ്റെ ഒരു കപ്പ് ഫ്രഷ് ക്രീം നമ്മൾ ആഡ് ചെയ്യണം. അപ്പം ഞാനിവിടെ ഒരു കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു കപ്പിൻ്റെ. ഇപ്പം ഇത് പുഡിങ് ആവോ അതോ ഐസ്ക്രീം ആവോ എന്ന് കണ്ടറിയണം. വരുന്നേ ഉള്ളൂ. ഇതിപ്പോൾ പൊട്ടിച്ചത് ഇച്ചിരി മെസ്സായി പോയി. ഓക്കെ, ഇത് കിട്ടിയാൽ മതി കണ്ടൻസ് മിൽക്ക്. അപ്പം ഇങ്ങനെ ഒഴിക്കണം. 3/4 കപ്പ്. എല്ലാവർക്കും കണ്ടൻസ് മിൽക്ക് ഒക്കെ ഇഷ്ടമാണല്ലോ അല്ലേ? എനിക്കിഷ്ടമാണ്. അതൊക്കെ ഞാൻ നക്കി വരെ തിന്നിട്ടുണ്ട്. ഇത് ഒരു ഊഹിച്ചെടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെ ഒരു അളവ്. ഇപ്പം കറക്റ്റ് ആണോന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇടാൻ വേണ്ടി പോവുകയാണ്. 2 പാക്കറ്റ് മിൽക്ക് പൗഡർ. സോ ഇനി നമ്മളിത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. പക്ഷെ ബ്ലെൻഡ് ചെയ്യാതെ എങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കും? സ്റ്റേഷൻ ഗൈസ്, ഡോണ്ട് മൈൻഡ്. പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പുഡിംഗ് ആണ്, ഐസ്ക്രീം ആണ്. വാട്ടർമെലിൻ്റെ ആവശ്യം വന്നില്ല. ഇവിടെ എല്ലാം കുറച്ച് ഇതൊക്കെ വീണായിരുന്നു. അമ്മ ഇന്ന് എന്നെ ശരിയാക്കാൻ സാധ്യതയുണ്ട്. ഫ്രീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അബൌട്ട് 4 to 6 hours ഐ തിങ്ക് നമ്മൾ ഫ്രീസ് ചെയ്യും. അപ്പോൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവേഴ്സ് എത്രയാണെന്ന് ഞാൻ കോൺഫിഡൻ്റ്ലി പറയാം. കിട്ടുന്നിടം വരെ ഞാൻ അക്ഷമയാണ്. നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ടേസ്റ്റ് നമുക്കുണ്ട്. നല്ല പൊളിയാ സാധനം. മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണത്. നല്ല അടിപൊളിയാണ്. ഞാൻ തീർക്കുന്നതിൻ്റെ ധൃതിയിലാണിത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.